ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ എസ് ജാനകി മരിച്ചിട്ട് കഴിഞ്ഞ 11-ാം തീയതിയാണ് മരിച്ചത്, ഈ മാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുശോചനം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് രാവിലെ തന്നെ സംഘടിപ്പിച്ച ഒരു വെറൈറ്റി ആവട്ടെ, ബാലചേട്ടൻ ചായക്കടയിൽ വെച്ച് ഈ പരിപാടി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ബാലചേട്ടനൊക്കെ വളരെ സമ്മതിച്ച് സന്തോഷപൂർവ്വം ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഇതിനെക്കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കാനായിട്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മേഖലാ സെക്രട്ടറി കൂടെ ആയിട്ടുള്ള ഷാജി ഓനാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരും പേരിലും ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ പാട്ട് പാടാൻ ഏറ്റിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ MJ ബേബി, നമ്മുടെ മുൻ ചെയർപേഴ്സൺ ഗ്രേസി ടീച്ചർ, ദീപ കൗൺസിലർ, ബാലൻ ചേട്ടൻ, പിന്നെ പാടാൻ വന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോയി, ശരണ്യ, മറ്റ് എല്ലാ പാട്ടുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ അധ്യക്ഷനും പരിപാടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫംഗ്ഷൻ പോലത്തെ പരിപാടിയല്ല, അതുകൊണ്ട് ഇതിൻ്റെ ആമുഖമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഷാജി ഓനാനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇതിന് ഔദ്യോഗിക പരിവേഷമില്ലാത്തത് വളരെ നന്നായി. ഒരു ചായയൊക്കെ കുടിച്ച് ദോശയൊക്കെ കഴിച്ചിരിക്കുന്ന സമയമാണ്. എസ് ജാനകി നമുക്കറിയാം, മലയാളി പുരുഷൻ ആഗ്രഹിച്ച സ്ത്രീ ശബ്ദമാണ്. മലയാളി സ്ത്രീ പാടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ശബ്ദമാണ് എസ് ജാനകിയുടേത്. പ്രൊഫൈലൊക്കെ നമുക്ക് അറിയാം. മലയാളിയല്ല, ആന്ധ്രക്കാരിയാണ്. പക്ഷേ മലയാളത്തിൻ്റെ ആ ശുദ്ധത, അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ശുദ്ധത, പാട്ടിലുള്ള ഭാവം, ഇതൊക്കെ എന്നും മലയാളിയെ അതിശയിപ്പിച്ചിട്ടുണ്ട്. പാട്ട് പാടുക മാത്രമല്ല, ഈ പുരോഗമന കലാസാഹിത്യ സംഘം പോലെ പ്രതികരിക്കുക എന്നുള്ള വലിയ ദൗത്യം കൂടി, അതായത് അപ്പപ്പോൾ പ്രതികരിക്കുക എന്നുള്ളത്. നമുക്ക് പലപ്പോഴും നമ്മൾ ജാനകിയുടെ സ്റ്റേജ് ഷോ ഒക്കെ കണ്ടിട്ടുണ്ട്. അവര് വലിയൊരു പ്രതികരണം ഉണ്ടായത് 2013. 2013 അവർക്ക് പത്മഭൂഷൺ കൊടുത്തു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, ഇത് തരേണ്ട സമയത്ത് തരണം. 75 വയസ്സ് കഴിയുമ്പോൾ പത്മഭൂഷൺ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് തരണമെങ്കിൽ ഭാരതരത്നം തരണം. അത് അഹന്തയല്ല, ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള ഒരു അവഗണനയോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കത് ത്യാഗം ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. എനിക്കത് വേണ്ട എന്ന് പറയണമെങ്കിൽ ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അപ്പൊ അവരുടെ പാട്ടിനെ കുറിച്ച് ഇപ്പൊ പാട്ട് പാടാനായിട്ട് ഒരുപാട് വരുന്നു. നമ്മൾ എല്ലാവരും ചെറുപ്പം മുതൽ കേൾക്കുന്ന, ഒരു പക്ഷേ ഈ 70കളിൽ ഇപ്പോഴത്തെ ഒരു 50 വയസ്സ് കഴിഞ്ഞവരുടെ യൗവനകാലത്തും കൗമാരകാലത്തും ശബ്ദം എസ് ജാനകിയുടേതായിരുന്നു. ജാനകിയെ കുറിച്ച് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് കഴിഞ്ഞതാണ്. ഈ നാദസ്വരവുമായിട്ട് യുഗ്മഗാനം പാടിയ ആളാണെന്ന് പറഞ്ഞിട്ട് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു വലിയൊരു തലത്തിലാണ് നാദസ്വര വിദ്വാൻ. അപ്പോൾ ഒരു സിനിമയിൽ നാദസ്വര വിദ്വാനായിട്ടുള്ള നായകനും പാട്ടുകാരും നൃത്തകാരിയായിട്ടുള്ള നായികയും. അപ്പൊ ആ ശബ്ദം, നാദസ്വരത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വലിയ ഉച്ചസ്ഥായിയിലെ മാത്രമേ ഉള്ളൂ, ഹൈ പിച്ചിലെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പി ലീല ആദ്യം പറഞ്ഞിട്ട് പി ലീല പറഞ്ഞു എനിക്ക് പറ്റൂല, ഒരു വളരെ യൗവനയുക്തയായ ഒരു ഗായികയുണ്ട് ജാനകിക്ക് അന്ന് കൊടുത്തിട്ട് നാദസ്വരവുമായിട്ട് ആ ശൃംഗാരവേലൻ എന്ന് പറയുന്ന ശൃംഗാരവേലനെ ദേവ എന്നുള്ള ആ ഗാനം ജാനകിയുടെ തുടക്കം അങ്ങനെയാണ്. പിന്നെ ഒരുപാട് ഭാഷകൾ, എണ്ണമല്ല പ്രശ്നം. മലയാളത്തിലും കന്നഡയിലും തമിഴിലുമായിട്ട് അനേകം പാട്ടുകൾ പാടി. മലയാളത്തിൽ നമുക്ക് എപ്പോഴും ഗൃഹാതൃത നൽകുന്ന, പ്രണയവും ഭക്തിയൊക്കെ തരുന്ന, ഇപ്പോ പകൽ കിനാവ് എന്ന സിനിമയിൽ BH ചിദംബരനാഥ്, അതിപ്പോ നമുക്കൊരു ക്ഷേത്രത്തിന്റെ ഒരു ആത്മീയ, ഒരു ക്ഷേത്രത്തെ പരിസരത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ആത്മീയതയുള്ള ഗുരുവായൂരുള്ളൊരു കണ്ണനം ഒരു ദീനം കരുമാടിക്കൂട്ടന്റെ വേഷം കെട്ടി, അതേ ആത്മീയ നിറവോടുകൂടി അടുത്ത ഗാനം വരികയാണ്. എന്താണ്? അത് B വസന്തയാണ്, യുഗ്മഗാനം കപ്പോളയും കൂടിയാണ്. അപ്പോൾ ഓക്കെ, ഈ ഭാർഗവി നിലയം എന്ന് പറഞ്ഞ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു, അതില് നിങ്ങൾ ആ രംഗം ഓർമ്മ ഉണ്ടാവും. പ്രേതമാണ്, മധുവാണ് അതിൽ നായകൻ. അപ്പൊ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലു ഞാലു കെട്ടി ഞാൻ എന്ന് പറഞ്ഞ് ഒരു ഹമ്മിങ് കൊടുക്കുമ്പോ
ഒരു ബിറ്റ് വരികയാണ് അവിടെ. ഇപ്പൊ മധുവിന്റെ ഒരു ഞെട്ടലും ആ അശരീരി ശബ്ദം എസ് ജാനകി അല്ല, ആ അശരീരി വേറെന്തോ ആണെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് പോകുന്നത്. അപ്പോ MS ബാബുരാജാണ് ജാനകിയുടെ ശബ്ദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതിൽ ഭംഗീന്ദ്രയാണ് പറയട്ടെ, ദേവരാജൻ മാസ്റ്റർ അത് ഉപയോഗിച്ചിട്ടുമില്ല. ദേവരാജൻ മാസ്റ്റർക്ക് പി മാധുരി എന്ന് പറഞ്ഞ ഒരു ഗായിക ഉള്ളത് കൊണ്ട് ദേവരാജൻ മാസ്റ്റർ ജാനകിയുടെ കുറച്ച് പാട്ടുകൾ മാത്രമേ ദേവരാജൻ മാസ്റ്റർ കൊടുത്തിട്ടുള്ളൂ. അത് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് എന്നും സ്വാധീനം ചെലുത്തുന്ന ദേവരാജ മാസ്റ്റർ പാട്ട് ജാനകിയമ്മ പാടിയെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നല്ല, ദേവരാജ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് അവരുടെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല കമന്റ്സും ഉണ്ട്. അതങ്ങനെ ബാബുരാജാണ്, MS ബാബുരാജാണ് ജാനകിയമ്മയെ ഏറ്റവും കൂടുതൽ. പി ഭാസ്കരന്റെ വരികളും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പാട്ടിന്റെ ഒരു ഇത് പറയുന്നു, പി ഭാസ്കരൻ എഴുതിയൊരു പാട്ടാണ്, പകൽക്കിനാവിലെ തന്നെ PH ചിദംബരനാഥ്. നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി, കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റൊരു കാണാത്ത കരയിൽ ചെന്നെത്തി, കാണാത്ത കരയിൽ ചെന്നെത്തി. ഇവിടെ ഒരു ചോദ്യം ഭാസ്കർ മാഷോട് ചോദിച്ചു, എന്താണ് ഈ നിദ്രിതൻ നീരാഴി നീന്തി കടന്നിട്ടാണോ സ്വപ്നം കാണുന്നത്? നമ്മൾ നിദ്രയിലല്ലേ സ്വപ്നം കാണുന്നത്? അത് കവിയുടെ ഭാവന എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഒരു കാര്യം കൂടി പറയാം, ജാനകിയമ്മ ഇപ്പോ മലയാളിയല്ല, പക്ഷെ മലയാളം അറിയാം. പക്ഷേ ഈ അർത്ഥം അറിഞ്ഞ് പാടുക എന്നുള്ളതാണ്. ശലി ചൗധരി ആയിട്ടുള്ള ഒരു ഇത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഒപ്പോഴും ഇപ്പൊ മകള മനസ്സം നീക്കും. അപ്പോ ശലി ചൗധരി കൊടുക്കുന്ന ട്യൂൺ ഇങ്ങനെയാന്ന് പറയുന്നത്. അത് അവരിങ്ങനെ ഇതല്ലോ അത് നിങ്ങൾ കേട്ടല്ലോ സോഷ്യൽ മീഡിയയില്. അപ്പൊ അവിടെ മനസ്സ അങ്ങനെ വരുള്ളൂ തോന്നുന്നു. അപ്പൊ ജാനകിയമ്മ തിരുത്തി കൊടുക്കാണ്, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോ അത് തിരുത്തി കൊടുക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മലയാള ഭാഷയും ആ ഒരു ഭാഷയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അതിന്റെ ചൂര്, മലയാളത്തിന്റെ ചൂര് തിരിച്ചറിഞ്ഞ ഒരു ഗായികയായിരുന്ന ജാനകി. ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകാം, ഒരുപാട് പ്രഭാതങ്ങൾ കഴിഞ്ഞാലും ജാനകിയമ്മയെ കുറിച്ചുള്ള പാട്ട് അവസാനിക്കുന്നില്ല, ജാനകിയമ്മയെ കുറിച്ച് പറഞ്ഞ് അവസാനിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതായാലും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കൺവെൻഷൻ നാളെ കുറുമശ്ശേരിയിൽ നടക്കുകയാണ്. അതിനനുബന്ധമായിട്ട് കവരപ്പറമ്പ് യൂണിറ്റ് മേഖല കൺവെൻഷന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ഏറ്റവും ഉചിതമായ ഒന്നാണ്, ഏറ്റവും നല്ലൊരു സ്മരണാഞ്ജലിയാണ്. ഇത് തുടരുക തന്നെ വേണം, ജാനകിയിൽ അവസാനിക്കേണ്ട ഒന്നല്ല. ഇതുപോലെ ബാലചന്ദ്രന്റെ ചായക്കട ഇതുപോലെ ഇങ്ങനെ ഗൃഹാതുരതയോടുകൂടെ ഉള്ളിടത്തോളം കാലം ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഇത്തരം പരിപാടികൾ തുടരണം. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ജാനകിയുടെ പാട്ട് കേൾക്കാൻ ഞാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു.